ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 50 മുതൽ 59 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ 59ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 59 ഗുണിക്കണം 59 എന്നിട്ട് എഴുതിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കും. അതല്ലാതെ 59 സ്ക്വയർ എഴുതിയിട്ട് 3481 എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. 50യുടെ നമുക്ക് അറിയാം 5 സ്ക്വയർ 25 ആണ്. പിന്നെ 2 0 കൂടി ആഡ് ചെയ്ത് കൊടുത്ത് 50യുടെ 50 സ്ക്വയർ എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും. ഇനി 51 സ്ക്വയറിൻ്റെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ആദ്യം 2 എന്നുള്ള നമ്പർ എഴുതുക. പിന്നെ 51-ലെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതായത് 5 + 1 = 6. പിന്നെ എന്ത് ചെയ്യാം? 1 സ്ക്വയറിൻ്റെ നമ്മൾ 0 1 തന്നെ എഴുതണം. ഒറ്റ ഡിജിറ്റായിട്ട് എഴുതരുത്, 2 ഡിജിറ്റായിട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 0 1 എഴുതിയത്. പിന്നെ 52 സ്ക്വയർ കാണുമ്പോൾ എന്ത് ചെയ്യണം? 2 5ഉം 2ഉം കൂടി കൂട്ടിയാൽ 7. പിന്നെ 2 സ്ക്വയർ പറഞ്ഞാൽ 4. അത് 04 എന്ന് കൊടുക്കണം. അപ്പോൾ 2704 എന്ന് ആൻസർ കിട്ടും. ഇതുപോലെ തന്നെ 53 സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് 2 കൊടുക്കുക. 5 + 3 8, 3 സ്ക്വയർ 09. അതായത് 2809 എന്ന് ആൻസർ കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് 54ൻ്റെ സ്ക്വയറും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി 55ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ 5ഉം 5ഉം തമ്മിൽ കൂട്ടുമ്പോൾ 10 ആണ് കിട്ടുക അല്ല. അപ്പോൾ അതിലൊരു ശിഷ്ടം വരും. അങ്ങനെ വരുമ്പോൾ ആ ശിഷ്ടം എന്താവും? 2ൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3025 എന്ന് ആൻസർ കിട്ടും. ഇനി 56 സ്ക്വയറിൻ്റെയോ 3 ആദ്യം എഴുതി. പിന്നെ 6ഉം 5ഉം കൂടി കൂട്ടിയ 11 അതിൽ 1 എഴുതി. 6ൻ്റെ സ്ക്വയർ 36 എഴുതി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? 57ൻ്റെ എഴുതാം. 5ഉം 7ഉം 12 ആദ്യം നമ്മൾ 3 എഴുതി. ആ 12-ലെ 2 എഴുതി. 7 സ്ക്വയർ 49 എഴുതി. ഇതേപോലെ 58ൻ്റെ 59 നമുക്ക് ഈസി ആയിട്ട്